അങ്ങനെയെങ്കിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള സിനിമകളിലെ കിടിലൻ റഫറൻസുകളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. കെയർ ഓഫ് സൈറ ബാനു 2017 പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് കെയർ ഓഫ് സൈറ ബാനു. സിനിമയിൽ ഷെയ്ൻ നിഗം അവതരിപ്പിക്കുന്ന ജോഷുവ പീറ്റർ എന്ന കഥാപാത്രം ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സിനിമയിൽ ഷെയ്ൻ നിഗത്തിന്റെ മരണപ്പെട്ടുപോയ അച്ഛനായി പരാമർശിക്കുന്നത് മോഹൻലാലിനെയാണ്. മലപ്പുറത്ത് ഒരു സെവൻസ് ടൂർണമെന്റ് കവർ ചെയ്ത് മടങ്ങുകയായിരുന്നു ഞാൻ. എ ഹാൻഡ് ഓഫ് ഗോഡ്. മോഹൻലാലിന്റെ പീറ്റർ ജോർജ് എന്ന കഥാപാത്രം ഒരു മികച്ച ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഈ ജോഷുവ മലയാള രമയിലെ പഴയ ഫോട്ടോഗ്രാഫർ പീറ്റർ ജോർജിന്റെ മകനാണ്. എന്നാൽ മോഹൻലാലിന്റെ പീറ്റർ ജോർജ് എന്ന കഥാപാത്രത്തെ റഫറൻസ് ആയി എടുത്തിരിക്കുന്നത് പ്രശസ്ത ഫോട്ടോഗ്രാഫറായ വിക്ടർ ജോർജിൽ നിന്നാണ്. ദേശീയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ ഫോട്ടോഗ്രാഫറാണ് വിക്ടർ ജോർജ്. വിക്ടർ ജോർജിന്റെ ഫോട്ടോകൾക്ക് ഒരു വലിയ ജീവനുണ്ടായിരുന്നു. വിക്ടർ ജോർജ് തന്റെ ജീവിതത്തിൽ എടുത്ത ഫോട്ടോകളുടെ അതേ സാദൃശ്യമുള്ള ഫോട്ടോകളാണ് സിനിമയിൽ മോഹൻലാലിന്റെ പീറ്റർ ജോർജ് എടുത്തതായി കാണിക്കുന്നത്. തന്റെ 40കളുടെ പ്രായത്തിൽ വലിയ ഒരു ഉരുൾപൊട്ടലിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. എന്നാൽ സിനിമയിലെ പീറ്റർ ജോർജിന്റെ മരണവും സാക്ഷാൽ വിക്ടർ ജോർജിന്റെ മരണവും ഒരേ ഇൻസിഡന്റ് ആയിട്ടാണ് പറയുന്നത്. 1-2 മാസങ്ങൾ കഴിഞ്ഞ് മഴക്കാടുകളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയ പീറ്റർ പിന്നെ മടങ്ങി വന്നില്ല. തെരഞ്ഞു പോയവർക്ക് അയാളുടെ ക്യാമറ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇവിടെ വിക്ടർ ജോർജ് ആണെങ്കിൽ സിനിമയിൽ മോഹൻലാൽ പീറ്റർ ജോർജ് ആണ്. പീറ്റർ ജോർജ് മലയാള രമയിൽ ജോലി ചെയ്തെങ്കിൽ സാക്ഷാൽ വിക്ടർ ജോർജ് ജോലി ചെയ്തത് മലയാള മനോരമയിലാണ്. അങ്ങനെ വിക്ടർ ജോർജ് എന്ന അതുല്യ വ്യക്തിയുടെ പേരും അദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രങ്ങളും ബോറാക്കാതെ വളരെ മികച്ച രീതിയിൽ റഫറൻസ് ആയി സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, വിക്ടർ ജോർജ് മരണപ്പെട്ട അതേ നാട്ടിലിരുന്നു കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഒരു കോയിൻസിഡൻസ് ആണ്. എന്താലേ. ജയിലർ 2023 പുറത്തിറങ്ങിയ രജനീകാന്ത് സിനിമയാണ് ജയിലർ. സിനിമയിൽ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നായിരുന്നു വിനായകന്റെ വർമ്മൻ എന്നത്. സിനിമ കണ്ടതിനു ശേഷം പല ആളുകളും പറഞ്ഞിരുന്ന ഒരു കമന്റ് ആയിരുന്നു, ഒരുപക്ഷെ കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ ഈ റോൾ അദ്ദേഹം ചെയ്യുമായിരുന്നു എന്നൊക്കെ. എന്നാൽ നിങ്ങൾക്കറിയാമോ, വിനായകന്റെ വർമ്മൻ എന്ന വില്ലൻ കഥാപാത്രം മറ്റൊരു മലയാളം നടനിൽ നിന്നും റഫറൻസ് ആയിട്ടാണ് സംവിധായകൻ ഉപയോഗിച്ചത്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം തിലകനാണ്. 1990 മണിരത്നം തിരക്കഥ എഴുതി പുറത്തിറങ്ങിയ വിജയകാന്ത് സിനിമയായിരുന്നു ഛത്രിയൻ. ഛത്രിയൻ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഇപ്പോഴും തമിഴ്നാട്ടിൽ ആ സിനിമയ്ക്ക് ഒരു കൾട്ട് സ്റ്റാറ്റസ് ഉണ്ട്. സിനിമയിൽ വില്ലനായി അഭിനയിച്ചത് തിലകനായിരുന്നു. അരുമ നായകം എന്ന അണ്ണാച്ചിയായി തിലകൻ പൂണ്ട് വിളയാടുകയായിരുന്നു. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള തമിഴായിരുന്നു തിലകൻ സിനിമയിൽ സംസാരിച്ചിരുന്നത്. நேரா உன்னதான் பார்க்க வந்தேன். உங்களுக்காக காத்துட்டு இருப்பேன் ஏசி சார், நான் காத்துட்டு இருப்பேன். തിലകന്റെ വസ്ത്രധാരണവും വളരെ സിമ്പിൾ ആയിരുന്നു. എന്നാൽ അതേസമയം ഒരു കൊടൂര വില്ലനായിരുന്നു തിലകൻ. തിലകന്റെ ഈ കഥാപാത്രത്തെ റഫറൻസ് ആയി എടുത്തിട്ടാണ് സംവിധായകനായ നെൽസൺ ജയിലറിൽ വിനായകന്റെ വർമ്മൻ എന്ന കഥാപാത്രത്തെ രൂപപ്പെടുത്തിയത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. തല്ലുമാല 2022 പുറത്തിറങ്ങിയ ഖാലിദ് റഹ്മാൻ സിനിമയായിരുന്നു തല്ലുമാല. സിനിമ ആകെ മൊത്തം ഒരു കളർഫുൾ ആയിരുന്നു, പ്രത്യേകിച്ചും സിനിമയുടെ എഡിറ്റിംഗും കോസ്റ്റ്യൂമും എല്ലാം. സിനിമയിൽ ടോവിനോ തോമസിന്റെ മണവാളൻ വസീം എന്ന കഥാപാത്രം കല്യാണ ഡ്രസ്സായി ഇടുന്ന ഒരു വസ്ത്രമുണ്ട്. അത് സാക്ഷാൽ ബ്രസീലിയൻ ഫുട്ബോൾ താരമായ നെയ്മർ ജൂനിയർ ഒരു എവന്റിലിട്ട അതേ കോസ്റ്റ്യൂം റഫറൻസ് ആയി എടുത്ത് ഉണ്ടാക്കിയതായിരുന്നു. ആ ഒരു ഡ്രസ്സിന് തന്നെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറായ മാഷർ ഹംസയുടെ സെലക്ഷൻ ഗംഭീരമായിരുന്നു. ബാഹുബലി 2 ദ കൺക്ലൂഷൻ 2017 പുറത്തിറങ്ങിയ സിനിമയാണ് ബാഹുബലി 2 ദ കൺക്ലൂഷൻ. സിനിമയിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ സീനുകളിൽ ഒന്നായിരുന്നു ഇത്. ബാഹുബലി എന്ന പേരിന്റെ അർത്ഥം തന്നെ ശക്തമായ കൈകളുള്ള വ്യക്തി എന്നാണ്. തന്നെയുമല്ല, സിനിമ ഫിക്ഷൻ ആയതുകൊണ്ട് ബാഹുബലി ഒരു വലിയ മരം പിഴുതെടുക്കുമ്പോൾ ആരായാലും കൈയടിച്ചു പോകും. എന്നാൽ വാസ്തവത്തിൽ ഈ ഒരു സീൻ സാക്ഷാൽ ഹനുമാന്റെ ഒരു വലിയ റെഫറൻസ് ആയിരുന്നു. രാമായണത്തിൽ ഹനുമാൻ ഒരു വലിയ വൃക്ഷത്തെ തന്റെ ഇരു കൈകളും ഉപയോഗിച്ചുകൊണ്ട് വേരോടെ മണ്ണിൽ നിന്നും അടർത്തിയെടുക്കുന്നതായി പറയുന്നുണ്ട്. ആ
ആ ഒരു റഫറൻസ് ആണ് ബാഹുബലി 2-വിൽ സംവിധായകൻ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും ദശാവതാരം 2008 പുറത്തിറങ്ങിയ കമൽഹാസൻ സിനിമയായിരുന്നു ദശാവതാരം. സിനിമയിലെ 10 കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു കമൽഹാസൻ അഭിനയിച്ച അവതാർ സിംഗ് എന്ന പോപ്പ് ഗായകൻ. സിനിമയിൽ ഈ കഥാപാത്രം മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്നായ രാമനെയാണ് കണക്ട് ചെയ്യുന്നത്. കാരണം ഏകപത്നി വ്രത അഥവാ 1 man 1 woman എന്നാണ് രാമന്റെ കൺസെപ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ രാമൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് തന്റെ പ്രിയ പത്നിയായ സീതയായിരുന്നു. അതുപോലെ തന്നെ സിനിമയിലെ അവതാർ സിംഗ് തന്റെ ജീവന തുല്യം സ്നേഹിക്കുന്നതും ഈ ഒരേ ഒരു ഭാര്യയാണ്. ഇവതാ മൈ ഫാമിലി ജിന്ദഗി. എന്നാൽ അവതാർ സിംഗ് എന്ന സിനിമയിലെ ഈ ഒരു കഥാപാത്രത്തെ റഫറൻസ് ആയി എടുത്തിരിക്കുന്നത് മറ്റൊരു വ്യക്തിയിൽ നിന്നാണ്. അത് മറ്റാരുമല്ല, പ്രശസ്ത ഗായകനായ ദലേർ മെഹന്തി ആയിരുന്നു. ദലേർ മെഹന്തി വളരെ എനർജിയോടുകൂടി പാട്ട് പാടുന്ന ഒരാളായിരുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം എല്ലാം വളരെ കളർഫുൾ ആയിരുന്നു. അതോടൊപ്പം അദ്ദേഹം പാട്ട് പാടുന്നത് ഒരു പ്രത്യേക ആക്ഷനിലായിരുന്നു. ഇതൊക്കെയാണ് അവതാർ സിംഗ് എന്ന കഥാപാത്രത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കമൽഹാസന് സാധിച്ചത്. ദലേർ മെഹന്തിയുടെ യഥാർത്ഥ പേര് ദലേർ സിംഗ് എന്നാണ്. അങ്ങനെ ദലേർ സിംഗ് പിന്നീട് അവതാർ സിംഗ് ആയി സിനിമയിൽ വന്നു. ന്യൂഡൽഹി 1987 പുറത്തിറങ്ങിയ മെഗാ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു ന്യൂഡൽഹി. സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിച്ച ജി കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം ഒരു കാർട്ടൂണിസ്റ്റും അതേസമയം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുമായിരുന്നു. അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുന്നമേ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതാണ് സിനിമയിലെ മറ്റൊരു ഹൈലൈറ്റ്. എന്നാൽ ഈ ഒരു ഇൻസിഡന്റും ഈ സിനിമയും ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ റഫറൻസ് തിരക്കഥാകൃത്തായ ഡെന്നിസ് ജോസഫിന് ലഭിച്ചത് ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നാണ്. അമേരിക്കയിലെ ഒരു പത്രപ്രവർത്തകൻ അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്യുകയും എന്നാൽ ആ വാർത്ത മുന്നമേ തന്റെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ പോവുകയും ആ ശ്രമം പാളിപ്പോവുകയും ചെയ്യുന്നു. എന്തൊക്കെയാണെങ്കിലും കൊല്ലുന്നതിന് മുൻപേ ആളുടെ മരണവാർത്ത പത്രത്തിൽ പ്രിന്റ് ചെയ്ത ആ വ്യക്തിയുടെ റഫറൻസ് ആണ് ഡെന്നിസ് ജോസഫിനെ ന്യൂഡൽഹി എന്ന സിനിമ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ച ഒരു റഫറൻസ്. Cabinet Minister Shankar shot dead. Details are here. ഇന്നലെ വരെ 2022 പുറത്തിറങ്ങിയ ജിസ് ജോയ് സിനിമയാണ് ഇന്നലെ വരെ. സിനിമയിൽ ആസിഫ് അലി അവതരിപ്പിക്കുന്ന കഥാപാത്രം മലയാള സിനിമയിലെ ഒരു യങ് ലീഡ് ആക്ടറാണ്. എന്നാൽ ചില പ്രശ്നങ്ങൾ മൂലം ആസിഫ് അലിയുടെ കഥാപാത്രം സിനിമയിൽ ട്രാപ്പായി പോകുന്നുണ്ട്. സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട സീനിൽ നടനായതുകൊണ്ട് മറ്റുള്ളവർ തന്നെ തിരിച്ചറിയാതിരിക്കാൻ രാത്രിയിൽ ക്യാപ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് ആസിഫ് അലി ടൗണിലൂടെ പോകുന്നതായി കാണാം. ചേട്ടാ ഈ കണ്ണലർജിക്ക് ഒഴിക്കുന്ന മരുന്നുണ്ടോ? ശരി സാർ ബാലൻസ് ഇല്ല, ബാക്കി വേണ്ട വെച്ചോ. പുതിയ പടം ഏതാ? പടം ഇവിടെ നിന്നാണ് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ ഈ ഒരു സിനിമയും ഈ ഒരു ഇൻസിഡന്റും ജിസ് ജോയ്ക്ക് റഫറൻസ് ആയി കിട്ടിയത് കുഞ്ചാക്കോ ബോബനിൽ നിന്നായിരുന്നു. 2021 കുഞ്ചാക്കോ ബോബനുമായി ജിസ് ജോയ് മോഹൻകുമാർ ഫാൻസ് എന്ന സിനിമ ചെയ്തിരുന്നു. ആ സമയത്ത് കുഞ്ചാക്കോ ബോബൻ രാത്രി ടൗണിലൂടെ താനൊരു നടനായതുകൊണ്ട് തന്നെ ആരും തിരിച്ചറിയാതിരിക്കാൻ ക്യാപ് ജാക്കറ്റ് ഇട്ട് മുഖം മറച്ചുകൊണ്ട് നടക്കാറുണ്ടായിരുന്നു എന്ന് സംവിധായകനോട് പറഞ്ഞു. ഈ ഒരു ഐഡിയ ആണ് ആസിഫ് അലിയുടെ കഥാപാത്രത്തെയും ആ ഒരു രംഗത്തെയും രൂപപ്പെടുത്തി സിനിമയാക്കാൻ ഇടയാക്കിയ സംഭവം. ശംഖു തന്നെ ആൾക്കാർ തിരിച്ചറിയുന്നില്ലേ? ഇല്ലടാ, മാസ്ക് കൊണ്ട് തൊപ്പിയുണ്ട്, ആ തിരിച്ചറിയുന്നൊന്നുമില്ല. അന്ന് രാത്രി മുഴുവൻ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയും പിറ്റേ ദിവസം രാവിലെ ഞാൻ സഞ്ജയോട് ആ കോളിനെ കുറിച്ച് പറയുകയും എനിക്ക് അന്ന് രാത്രി തോന്നിയ ഐഡിയ പറയുകയും ഉച്ചയായപ്പോഴത്തേക്കും സഞ്ജയും ബോബിച്ചേട്ടനും കൂടെ അതൊരു കഥയാക്കി. ഇപ്പൊ ഞാൻ ഷൂട്ടിംഗ് തുടങ്ങുന്ന സിനിമ. എന്തായാലും ഇത് വല്ലാത്തൊരു സംഭവമായി പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.